إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون فليضحكوا قليلا وليبكوا كثيرا جزاء بما كانوا يكسبون. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ എല്ലാവരും എന്ന ബോധം നിലനിർത്തി പരിപൂർണമായും അള്ളാഹുവിനെ ഓർത്ത് ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് ആമുഖമായി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്തും ഈമാനും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, സൂറത്ത് തൗബയിലെ 81, 82 ആയത്തുകളാണ് നാം ഓതി കേൾപ്പിക്കപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മൾ പറയും എന്തൊരു മടിയാണ്, കഴിയുന്നില്ല, ഒരു താല്പര്യമില്ല എന്ന് പറയും. രോഗമുണ്ടായാൽ നമ്മൾ പറയും വയ്യ എന്ന് പറയും. അതേപോലെ ജോലി ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഒന്നിനൊരു ജോലി ഇല്ലെങ്കിൽ നമ്മൾ പറയും ഒന്നിനൊരു മൂഡില്ല എന്ന് പറയും. ജോലി ഉണ്ടെങ്കിൽ പറയും ഫുൾ ടൈം ബിസിയാണ്, നല്ല തിരക്കാണ്, എനിക്ക് വേറെ ഒന്നിനും നേരില്ല എന്ന് പറയും. സമ്പത്തുള്ളവരും അതൊരു കാരണമായി പറയും, ഇല്ലാത്തവർ അതൊരു കാരണമായി പറയും. ഇങ്ങനെ ജീവിതത്തിൽ ഓരോന്നും കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ മഴക്കാലമായ പറയും എന്തൊരു മഴ, വല്ലാത്തൊരു മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയും. വേനൽക്കാലമാകുമ്പോൾ പറയും എന്തൊരു ചൂടാ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയും. ഇങ്ങനെ ആരാധനകൾക്കും
അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ പലപ്പോഴും വിസമ്മതം നമ്മൾ കാണും. എന്തെങ്കിലും ഒരു കാരണം മനുഷ്യരായാൽ കണ്ടെത്തും. അങ്ങനെയാണ് നമ്മുടെ പ്രകൃതം. അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹിജറ 9, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറെക്കുറെ 62 വയസ്സുള്ളപ്പോ നടന്ന യുദ്ധമാണ് തബൂക്ക് യുദ്ധം. ആ തബൂക്ക് യുദ്ധത്തിൽ നടന്ന ചില സംഗതികൾ സൂറത്ത് തൗബയിൽ വിശദീകരിക്കുന്നുണ്ട്. ചരിത്രം വളരെ വിശാലമായ ചരിത്രമാണ്. അതിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട, നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം മാത്രമേ ഉദ്ധരിക്കുന്നുള്ളൂ ഇൻഷാ അല്ലാഹ്. അതിൽ 81-ാമത്തെ ആയത്താണ് ആ വിഷയത്തിന്റെ പ്രതിപാദ്യ വിഷയം. അതിൽ റോമൻ സൈന്യത്തെ നേരിടാൻ വേണ്ടി മുസ്ലിങ്ങൾ പുറപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടത്തിൽ നല്ല വരൾച്ചയുള്ളൊരു കാലഘട്ടമായിരുന്നു. വെള്ളത്തിന്റെ ക്ഷാമം, അതോടൊപ്പം നല്ല ചൂട്. നമുക്ക് വേണമെങ്കിൽ ഇതിനേക്കാളെന്നോ ഇതുപോലെയെന്നോ വിശേഷിപ്പിക്കാം. അപ്പൊ നല്ല ചൂടുള്ള നല്ലൊരു വേനൽക്കാലമായിരുന്നു. നല്ല വരൾച്ചയുണ്ടായിരുന്നു. അപ്പൊ ആ അസഹനീയമായ ചൂടിൽ യാത്ര പ്രയാസമാണ്, വെള്ളത്തിന് പ്രയാസമുണ്ടായിരുന്നു. അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുമ്പോ സാമ്പത്തികമായും പ്രാരാബ്ധത്തിലായിരുന്നു. അപ്പൊ യുദ്ധഫണ്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംഭാവനകൾ നടത്തിക്കൊണ്ടിരുന്നു. ആ നേരത്ത് ഒന്ന് ഒതുങ്ങിയിരുന്നാലേ ഒന്ന് രണ്ടാൾ പ്രയാസപ്പെടുന്നുണ്ട്. ആ നേരത്ത് ഫണ്ടിലേക്ക് വേണ്ടി പ്രഖ്യാപനം നടത്തിയപ്പോ ഉമർ റളിയല്ലാഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എന്റെ സമ്പത്തിന്റെ നേർപകുതി ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അദ്ദേഹം പകുതി അങ്ങ് കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിതാ മുഴുവൻ തന്നിരിക്കുന്നു, എന്റെ വീട്ടിലുള്ള സമ്പാദ്യം മുഴുവൻ ഞാനിതാ ദാനം ചെയ്തിരിക്കുന്നു. അപ്പോ അല്ലാഹു റസൂൽ ചോദിക്കുകയാണ്, അല്ല, നിങ്ങളെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ആ കുടുംബത്തിന് നിങ്ങൾ എന്ത് ബാക്കി വെച്ചു? അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞ മറുപടി, എന്നെയും എന്റെ കുടുംബത്തിനും ഞാൻ ബാക്കി വെച്ചത് അള്ളാഹുവിനെയും റസൂലിനെയും മാത്രമാണ്, ബാക്കിയെല്ലാം ഞാൻ ദാനം ചെയ്തു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്രമാത്രം സാമ്പത്തികമായി പരാധീനതയിലുണ്ടായിരുന്ന ഒരു കാലഘട്ടം. അതായിരുന്നു തബൂക്ക് യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലം എന്നുള്ളതാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധപ്രഖ്യാപനം നടത്തിയത്. അതിൽ വിശ്വാസികൾ പുറപ്പെട്ടു. മുനാഫിഖുകൾ വഴിയിൽ വെച്ച് പിന്മാറി. ആ പിന്മാറിയവരോട് ഇനി മിണ്ടരുത് എന്ന ഖുർആനിലെ കൽപ്പന വന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുവാനോ, അവർക്ക് വേണ്ടി മിണ്ടുവാനോ, അവരോട് സംസാരിക്കുവാനോ പാടില്ല എന്ന ഉപരോധം പോലും വന്ന ഒരു യുദ്ധമാണ് തബൂക്ക് യുദ്ധം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചത് കൊണ്ട്, വീട്ടിലോ ശാരീരികമായോ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വരാതിരുന്നവർ നമ്മുടെ കൂടെ യുദ്ധത്തിലാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ യുദ്ധത്തിൽ മുനാഫിഖുകളുടെ നിലപാട് ഇപ്രകാരമായിരുന്നു: ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹി വകരിഹു. അതായത് യുദ്ധത്തിന് പുറപ്പെടാതെ വീട്ടിലിരുന്നവർ, വഴിയിൽ തങ്ങിയവർ വളരെ ആഹ്ലാദത്തോടെ പറഞ്ഞു, എന്താണ്? അൻ യുജാഹിദു ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അവർ ആഹ്ലാദത്തോടെ കളിയാക്കിക്കൊണ്ടിരുന്നു, കുറെ പോയത്തക്കാർ യുദ്ധത്തിന് പോവാൻ, ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടില്ലേ, ഈ വെയിലും ഈ ചൂടും ഈ ദാഹവും ഈ വിശപ്പൊക്കെ അനുഭവിച്ചിട്ട് യുദ്ധത്തിനോ? ഈ നട്ടുച്ച നേരത്ത്, ഈ വെയിൽ കൊണ്ട് പുകയുന്ന നേരത്ത് മുഹമ്മദും കൂട്ടരും വിളിക്കാൻ യുദ്ധത്തിന് പോകണമെന്ന്. ഞങ്ങൾ പോയിട്ടില്ല, കുറെ പോയത്തക്കാര് ഇങ്ങനെ വിഡ്ഢികള് യുദ്ധത്തിനൊക്കെ പോയല്ലോ എന്ന് അവർ സന്തോഷിച്ച് ചിരിച്ചു എന്നാണ്. അവര് പോയില്ല എന്ന് മാത്രമല്ല, തിന്നൂല്ല, തീറ്റിക്കൂല്ല എന്ന് പറഞ്ഞതുപോലെ വഖാലു, അവര് പറഞ്ഞു, ലാ തൻഫിറു ഫിൽ ഹർ, പോകുന്നവരുടെ ഒക്കെ ചെവിയിൽ പോയി പറഞ്ഞു, അതിന് വേറെ പണിയൊന്നുമില്ലേ, ഈ ചൂടത്ത് നീ യുദ്ധത്തിന് പോകാനോ, നിനക്കെന്താ വേറെ പണിയൊന്നുമില്ലേ എന്നിങ്ങനെ പറഞ്ഞ് പോകുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ലാ തൻഫിറു ഫിൽ ഹർ. അപ്പോ റസൂലുള്ളാഹിയോട് ഖുർആൻ പറയുകയാണ്, ഖുൽ, നബിയെ പ്രഖ്യാപിക്കണം. ഇത് അറിഞ്ഞിട്ടില്ല എന്ന് വെക്കണ്ട, അല്ലാഹുവിന്റെ വഹയാണല്ലോ, നീ പ്രഖ്യാപിക്കണം. നാറു ജഹന്നമ അശദ്ദു ഹറ, നരകത്തിന് തീയുണ്ടല്ലോ, അത് ഇതിനേക്കാൾ ചൂടാൻ. വിശ്വാസികൾക്കുള്ള സന്തോഷ വാർത്തയും മുനാഫിഖുകൾക്കുള്ള താക്കീതുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു,
ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ. നാറു ജഹന്നം, ജഹന്നമിലെ തീയുണ്ടല്ലോ, നരകത്തിലെ തീയുണ്ടല്ലോ, അശദ്ദു ഹർറ, അത് കഠിനമാണ്, ഏറെ കഠിനമാണ്. ലൗ കാനൂ യഫ്ഖഹൂൻ, അവർ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അവരത് അറിഞ്ഞിരുന്നെങ്കിൽ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് രാത്രി നമ്മുടെ ഉറക്കത്തിന്റെ താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും എന്തിനേറെ AC-യുടെ ആ പവർ പോലും മതിയാവാത്ത അവസ്ഥയിലേക്ക് ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് നമ്മുടെ മിമ്പറിൽ നമുക്ക് നൽകുന്ന ദൗത്യം? എന്താണ് സന്ദേശം? എന്താണ്? സഹോദരന്മാരെ, നല്ല ചൂടാണ്. നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങളൊന്നും ഈ ചൂടിനെ തടുക്കാൻ പറ്റാത്ത രൂപത്തിൽ നാം നിസ്സഹായരാണ്. ഇവിടെ നാം ഓർക്കേണ്ടത് ഇതിനേക്കാൾ ഭയാനകമാണ്, ഇതിനേക്കാൾ ഭീകരമാണ് അള്ളാഹുവിന്റെ പരലോകത്ത് നരകശിക്ഷയുടെ ചൂട് എന്നുള്ളതാണ്. നമുക്കറിയുന്ന ചില വസ്തുതകളുണ്ട്. സൂർമക്കോലിന്റെ വലിപ്പത്തിലാണ് സൂര്യൻ ഉണ്ടാവുക എന്നാണ്. ഇന്ന് സൂര്യൻ ഒരു ഫുട്ബോൾ വലിപ്പത്തിലെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. എത്രയോ കിലോമീറ്ററുകൾ ദൂരത്തിലാണ് സൂര്യൻ ഉള്ളത് എന്നുള്ളതാണ്. എന്നിട്ടും ഈ സൂര്യൻ അസ്തമിച്ചിട്ടും നമുക്കതിന് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. രാത്രി 1 മണിക്കൂർ നമ്മുടെ സംവിധാനങ്ങൾ, വൈദ്യുത സംവിധാനങ്ങൾ തകർന്നു പോയാൽ, നിലച്ചു പോയാൽ, അസ്തമിച്ചു പോയാൽ ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഉറക്കം ശരിയാവുന്നില്ല. എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, സൂർമക്കോൽ വലിപ്പത്തിൽ സൂര്യൻ നമ്മുടെ തലക്ക് മുകളിൽ ഉണ്ടാകുമ്പോ ആ ചൂടിന്റെ ഭീകരത എത്രയായിരിക്കും? സഹിക്കാൻ പറ്റൂല എന്ന് ഉറപ്പന്നെയാണ്. അവിടെയാണ് നെരിയാണി വരെ ചിലർക്ക് വിയർപ്പുണ്ടാവും, അരക്കെട്ട് വരെ ഉണ്ടാവും, അതിന് മുകളിൽ ഉണ്ടാകും, കഴുത്ത് വരെ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ഭീകരമായ പരലോകത്തിന്റെ അവസ്ഥ അവിടെയാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ഈ സംവിധാനത്തെ എങ്ങനെ നാം നേരിടണം എന്നുള്ളതാണ്. ഭൗതികമായി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടാണ്. ഒന്നാമതായി എങ്ങനെ പാകപ്പെടുത്തണം? പരലോകത്തേക്ക് പാകപ്പെടുത്തുക. ഒന്ന്, ഖുർആനും ഹദീസും പറഞ്ഞ വിഷയം, നാറുക്കും അല്ലതി യുഖദു ബനു ആദം ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നിങ്ങൾ ഇവിടെ കത്തിക്കുന്ന തീയുണ്ടല്ലോ, നമ്മൾ മെഴുകുതിരി കത്തിക്കാറുണ്ട് അല്ലെ? മെഴുകുതിരി ചൂടത്തിരി ഉണ്ടാവുക. ആ മെഴുകുതിരി ഒന്നൊരാളുടെ ഒന്നു വേണ്ട, നമ്മള് ഹറാമായ പുകവലി ഉണ്ടല്ലോ, ആ പുകവലിയുടെ ആ ഒരു സാധന തീ ഒന്ന് കവിളിലേക്ക് കുത്തിയാൽ പൊള്ളൂലേ? എങ്കിൽ അല്ലാഹു റസൂൽ പറയാണ്, നിങ്ങൾ കത്തിക്കുന്ന ആ തീയുണ്ടല്ലോ, ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം, നരകത്തീയിന്റെ ആ 70 ഒരു അംശം മാത്രമേ ഇവിടെ ദുന്യാവിൽ നമ്മൾ കത്തിക്കുന്ന തീയാവുകയുള്ളൂ എന്നാണ്. ആ തീയിനെ കുറിച്ചാണ് സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞത്, ഫീ സമൂമിൻ വഹമീം എന്ന്. തിളച്ചു മറിയുന്ന വെള്ളം, അത്യുഷ്ണമായ വെള്ളം. ലഹും മിൻ ജഹന്നമ മിഹാദ് വമിൻ ഫൗഖിഹിം ഗവാശ്. നരകത്തിന്റെ അവസ്ഥ പറഞ്ഞപ്പോൾ പറഞ്ഞു, ലഹും മിൻ ജഹന്നമ മിഹാദ് വമിൻ ഫൗഖിഹിം ഗവാശ്. ആ നരകത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ഖുർആൻ പഠിപ്പിച്ചത് നമ്മുടെ മുകളിലും താഴെയും തീജ്വാലയായിരിക്കുമെന്നാണ്. അവിടെ മരത്തണലിൽ ഉണ്ടാവൂല, AC ഇല്ല, ഫാനില്ല, കയറിയിരിക്കാൻ ഒരു ടെന്റോ വീടോ കൂടാരമോ കുടിലോ ഒന്നുമില്ല. എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ. മാത്രല്ല സൂറത്തുൽ ഹജ്ജിൽ ഒന്നുകൂടി പഠിപ്പിച്ചു, ഖുർആൻ പഠിപ്പിക്കുകയാണ്, അവർക്ക് സിയാബുൻ മിൻ നാരിൻ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം സിയാബുൻ മിൻ നാർ. ചില ആളുകൾക്ക് ഉണ്ടാവുക വസ്ത്രം തന്നെ കൊടുക്കുന്നതാണ്, നരകത്തിന്റെ വസ്ത്രം. അള്ളാഹു നമുക്ക് അന്തരീക്ഷിക്കുമാറാവട്ടെ. സിയാബുൻ മിൻ നാരിൻ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. നമ്മളാ തീ അടിക്കാണെന്ന് പറയാ അല്ലെ, തീക്കാറ്റാണെന്ന് പറയാ. ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് അതിന്റെ പ്രയാസം ഒന്നുകൂടി മനസ്സിലാവും. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം അൽ ഹമീം. ആ തിളച്ചു കൊള്ളുന്ന വെള്ളമുണ്ടല്ലോ, അത് യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം, തലയുടെ മുകളിലൂടെ ചൊരിയുകയാണ്, കോരിച്ചൊരിയുകയാണ്, ഒഴിക്കുകയാണ് വെള്ളം. ചൂടുള്ള വെള്ളം തലയുടെ ചിലർക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. ശിക്ഷയുടെ കാഠിന്യാണ്. ഇവിടുന്ന് തോന്നിവാസം ചെയ്ത മനുഷ്യനെ അള്ളാഹു ശിക്ഷിക്കുന്ന ഒരു രൂപമാണത്. വസ്ത്രം തീയിന്റെ വസ്ത്രം.
എന്നിട്ട് ആ വസ്ത്രം ധരിച്ച ഉടനെ തലയോട്ടിലുള്ള വെള്ളം ഒഴിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ തൊലികളൊക്കെ എന്താവും? കരിഞ്ഞു പോവും അല്ലെ? ഇങ്ങനെ കരിഞ്ഞു പോവും. നമ്മള് ചുടുന്നൊരു മണം ഉണ്ടല്ലോ അല്ലെ, ഒരു വല്ലാത്തൊരു സ്മെൽ ഉണ്ടാവുമല്ലോ, അങ്ങനെ കരിച്ചു കളയും. വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പ് ദണ്ഡുകളെ കൊണ്ട് അടിക്കുന്ന മലക്കുകൾ അവിടെ ഉണ്ടാകും. ആരെ? ഈ നരകത്തുനിന്ന് ഇങ്ങനെ ആ കത്തി എളിയുമ്പോ ഓടി രക്ഷപ്പെടാൻ ചില ആളുകൾ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. മഖാമിഉ മിൻ ഹദീദ്, നരകത്തിന്റെ ആ മലക്കൾ ദണ്ഡുകളുടെ അടിക്കാൻ പോവാൻ കഴിയില്ലടാ, പുറത്തിറങ്ങാൻ കഴിയില്ലടാ എന്ന് പറഞ്ഞ് അടിച്ചു താഴ്ത്തുന്ന അല്ലാഹു നമ്മെ അന്തരീക്ഷിക്കുമാറാവട്ടെ. ആ നരകത്തിന്റെ ചൂടിനെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ അനുഭവിക്കുന്ന ചൂട് എന്നുള്ളത് അവിടേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മൾ മാറ്റണം. അതാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ഈമാൻ അവിടെ ആയിരിക്കണം. ഇത് ചൂടാണ്, പക്ഷെ ഇതിനേക്കാൾ വലുത് അനുഭവിക്കാനുണ്ടല്ലോ. ചില ആളുകൾ നമുക്കെതിരെ തീക്കൂനകളുമായി വരും. സ്ത്രീകൾക്കെതിരെ, പർദ്ദകൾക്കെതിരെ, വേഷത്തിനെതിരെയൊക്കെ ചില ആളുകൾ വലിയ സാത്വികന്മാരായി ചമയും. കണ്ടോ, ഈ ചൂടുള്ള നേരത്തും ഇങ്ങനെയുള്ള വേഷം വരണോ, ഇങ്ങനെയുള്ള വേഷം ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചിലരെ കാണും. കേട്ടാ വിചാരിക്കും നല്ല ഭാഷ, നല്ല വേഷം, നല്ല സംസാരം കേൾക്കും, വിചാരിക്കും ശരി തന്നെയാണെന്ന് തോന്നിപ്പോകാം. എങ്കിൽ നമുക്ക് അവരോടും പറയുവാനുള്ള മറുപടി, നമുക്ക് ഈ വിഷമങ്ങൾക്ക്, ഈ ചൂടിന്, ഈ പ്രയാസത്തിന് നമ്മെ കാത്തു നിൽക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ പാരത്രിക ലോകത്തും വിശാലമായ സ്വർഗമാണ്. ആ സ്വർഗത്തിലുള്ളത് എന്താണ്? അരുവികളാണ്. ആ സ്വർഗത്തിലുള്ളതാണ് കുട്ടികളാണ്. ആ സ്വർഗത്തിലുള്ളതാണ് ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കുവാനുള്ള സൗകര്യമാണ്. ഇന്നലിൽ മുത്തഖീന മഫാസ വഹദായിഖ വഅയ്നാബ വകവഇബ തുറാബ വകഅസൻ ദിഹാഖ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദബ. അവിടെ അനാവശ്യമോ അശ്ലീലമോ ഒന്നും കേൾക്കാൻ കഴിയില്ല. സമാധാനം, സാന്ത്വനം, ശാന്തമായ അന്തരീക്ഷമുള്ള സ്വർഗമാണ് അവിടെ ഉണ്ടാവുക. അവിടെ അല്ലലില്ല, അലച്ചിലില്ല, പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ല, അലമ്പില്ലാത്ത സ്വർഗമാണ് ലഭിക്കുക. ആർക്ക്? ഈ ചൂട് അനുഭവിക്കുമ്പോ, ഈ വിയർക്കുമ്പോ അള്ളാഹുവിന്റെ പരലോകത്ത് റബ്ബേ നീ ചൂട് തരല്ലേ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുക അവിടെ സമാധാനമാണ്. അവിടെയാണ് സലാമുൻ അലൈക്കും തിബ്തുൻ വഅസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ വിളിക്കുമെന്നാണ്. അങ്ങനെ മലക്കുകൾ സ്വീകരിക്കുമെന്നാണ്. അവിടെയാണ് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ ശാന്തി അടഞ്ഞ ആത്മാക്കളെ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി, സ്വർഗ്ഗത്തിലേക്ക് വാ എന്ന് വിളിക്കും. ആരെ? ഈ ചൂടിനെ ഓർമ്മിച്ച എന്നെയും നിങ്ങളെയും. അപ്പൊ ഈ ചൂട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത് അല്ല പറഞ്ഞതായ ഖുദ്സിയ ഹദീസാണ്. നിങ്ങൾ കാലത്തെ ആക്ഷേപിക്കാൻ പാടില്ല. പണ്ടാരം പിടിച്ച ചൂട് എന്ന് പറഞ്ഞ് കാലത്തെ ആക്ഷേപിക്കാനോ ശകാരിക്കാനോ പാടില്ല. അപ്പൊ ചില ആളുകളുടെ ചോദ്യം, എന്തൊരു ചൂട് എന്ന് പറയുന്നത് ശകാരിക്കലാകോ? എന്താണ് ശകാരിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ? അത് രണ്ട് തന്നെയാണ്. നമ്മുടെ മാനസികമായ അവസ്ഥയാണ് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രയോഗം. വെറും ഭാഷയല്ല എന്നർത്ഥം. അപ്പോ നാം കാലത്ത് ശപിക്കാൻ പാടില്ല. അത് മഴയാണെങ്കിലും ചൂടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പ്രാകാൻ പാടില്ല എന്ന് നമ്മുടെ നാടൻ മലയാളത്തിൽ പറയാം. കാലത്ത് പ്രാകാൻ പാടില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് കാലം എന്നുള്ളത് അള്ളയാണ്. ആ ചൂട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പരീക്ഷണമാണ്. ഭൗതികമായ കാരണങ്ങളൊക്കെ ഇവിടെ നിരത്താൻ അതിന്റെ ആളുകൾക്ക് പറ്റും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള ചൂടും വെള്ളവും നമുക്കറിയുന്ന സൂറത്തുൽ കഹ്ഫിലെ ഒരായത്തിൽ ചെറിയൊരു ഭാഗമുണ്ടല്ലോ, വെള്ളം ചോദിക്കും ചില ആളുകൾ. അപ്പോ മുഹില്, ആ ലോഹം ഉരുക്കിയ, ചെമ്പുരുക്കിയ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതാണ്. അതൊക്കെ മുഖത്തുനിന്ന് ഒഴിച്ചാലുള്ള അവസ്ഥ, മുഖം അങ്ങനെ കത്തിച്ചാമ്പലായി പോകും അല്ലെ. ഒന്ന് വേണ്ട, നല്ല തിളക്കുന്ന വെള്ളം ഒരു സ്പൂൺ എടുത്തിട്ട് മുഖത്തേക്ക് ഒന്ന് ഒഴിച്ചു നോക്കിയിട്ട് എന്തായിരിക്കും അതിന്റെ അനുഭവം?
എങ്കിൽ ആ ലോഹം ഉരുക്കി ഒഴിച്ച വെള്ളം, അല്ലെ, ആ ലോഹം ഉരുക്കി ഒഴിച്ച വെള്ളം നമ്മുടെ മുഖത്തേക്ക് ഒഴിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഭീകരമാണ്. നമ്മൾ ചായക്ക് വേണ്ടി തിളപ്പിക്കുന്ന വെള്ളം ഒരു സ്പൂൺ തെറിച്ചു പോയാൽ നമുക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാവും, വേദന ഉണ്ടാവും. എങ്കിൽ എത്ര മോശമായ കുടിവെള്ളമാണത്. അപ്പൊ അള്ളാഹ് ചില ആളുകൾക്ക് അങ്ങനെയാണ് കൊടുക്കുക. എല്ലാവർക്കും അങ്ങനെ കൊടുക്കും? എല്ലാവർക്കും കൊടുക്കൂല, കുറച്ചാൾക്കാർക്ക് കൊടുക്കൂല. ആരാ ഈ കുറച്ചാളുകൾ എന്ന് പറഞ്ഞാരാ? അവർ അള്ളാഹുവിനെ കൃത്യമായി ഓർക്കുകയും കൃത്യമായി ആരാധിക്കുകയും അള്ളാഹുവിനെ കൃത്യമായി ഓർത്ത് ജീവിച്ചവരാണ്. അവർക്ക് എന്താ ഉണ്ടാവുക? അവർക്ക് അർശന തണലുണ്ടാവും, അവർക്ക് നല്ല വെള്ളം കൊടുക്കാനുണ്ടാവും, അവർക്ക് എന്താ ഉണ്ടാവുക? ഹൗദുൽ കൗസർ ഉണ്ടാവും, അല്ലെ, അൽ കൗസർ. ആ ഹൗദുൽ കൗസർ ആരാ കോരി കൊടുക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോരി കൊടുക്കും. അല്ലാഹു കൂടെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ അവർക്ക് ആ ഹൗദുൽ കൗസർ കുടിക്കാനുണ്ടാകും, അവിടെയുള്ള അരുവികൾ ഉണ്ടാകും, തേനുകൾ ഉണ്ടാകും, പാല് ലഭിക്കും, വെള്ളം ലഭിക്കും. അള്ളാഹു അവരോട് ചിരിക്കും, അള്ളാഹുവിന്റെ സംസാരം ഉണ്ടാവും, മലക്കുകൾ കൂടെ ഉണ്ടാകും, സ്വർഗവാതിലുകളിൽ കൂടി നടക്കാൻ മലക്കുകൾ കൈപിടിക്കും. എന്നിട്ട് പറയുമ്പോ വരി എന്ന് പറഞ്ഞ് ഓരോ വാതിലുകളിൽ കൂടിയും മലക്കൾ കൊണ്ട് നടത്തും. ആരെ? അള്ളാഹുവിനെ ഓർത്തവരെ. അപ്പൊ നമ്മൾ ഈ ചൂട് കാലത്ത് നമ്മുടെ വാക്കിലൂടെ ശ്രദ്ധിക്കേണ്ടത് ഒരു ആക്ഷേപ വാക്ക് പോലും, ഒരു പ്രാഗ് എന്ന വർത്തമാനം പോലും നമ്മുടെ സംസാരത്തിലോ നമ്മുടെ മനസ്സിലോ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. അമാ ബഅദ് യാ അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാതി തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസീകും സാലിയൻ ബിതഖ്വല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ എല്ലാവരും എന്ന ബോധം നിലനിർത്തി മുന്നോട്ടേക്ക് നീങ്ങണേ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും പരിപൂർണമായ ആരോഗ്യവും മരണം വരെ നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മള് പരിഹാരങ്ങൾ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ പലർക്കും നിരത്താനുണ്ടാവും. എന്നാലും നമ്മുടെ ഇസ്ലാമികമായ വീക്ഷണത്തിൽ പറയുമ്പോൾ ഒന്ന് പാപമോചനം തന്നെയാണ്, ഇസ്തിഗ്ഫാർ. നമ്മൾ മനസ്സിലാക്കിയത് പലപ്പോഴും ചിലരൊക്കെ തെറ്റിദ്ധരിച്ചതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചതോ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്താൽ മാത്രം നടത്തേണ്ട ഒരു സംഗതിയാണ് എന്നാണ്. അങ്ങനെയല്ല. ഇസ്തിഗ്ഫാർ എപ്പോഴുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം 75 or 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു എന്നാണ്. റസൂലുള്ളാഹി തെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ തെറ്റ് ചെയ്തവരല്ല പറയേണ്ടത്, എല്ലാവരും പറയേണ്ടതാണ് ഇസ്തിഗ്ഫാർ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുള്ളത് നിസ്കാര ശേഷം മാത്രമാണ്. അങ്ങനെയല്ല. ഒരു നന്മ കിട്ടിയാൽ അസ്തഗ്ഫിറുല്ലാഹ് പറയണമെന്നാണ്. ഒരാൾ നമ്മെ പുകഴ്ത്തുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് പറയണമെന്നാണ്. നമ്മൾ ഒരാൾ പുകഴ്ത്തുമല്ലോ, അപ്പൊ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണമെന്നാണ്. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് അതല്ലാത്ത സന്ദർഭങ്ങളിലും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ പറയേണ്ട സംഗതിയാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത്. മൊത്തത്തിൽ ഇസ്തിഗ്ഫാർ എന്നുള്ളത് വിശദീകരിക്കേണ്ടതാണെങ്കിലും നമ്മുടെ മഴ ലഭിക്കുവാൻ ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് നടത്തിയപ്പോൾ ആ സമൂഹത്തിൽ മഴ ലഭിക്കുവാൻ വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞത് നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ തേടുക. എന്താ അതുകൊണ്ടുള്ള മെച്ചെന്താ? വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് നമുക്കറിയാം. അപ്പോ നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഈ വേനലിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ മാർഗം. ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടേയിരിക്കുക, റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കുക. മറ്റൊന്ന് പ്രാർത്ഥനയാണ്. സാധാരണ പ്രാർത്ഥനകൾക്കപ്പുറം മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് രണ്ടും നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ കാരണങ്ങൾ പലരും പറയാറുണ്ടാവും, അല്ലെ, മരങ്ങൾ വെട്ടി നിരത്തുന്നു, അതാണ് ഈ ചൂടിന് കാരണം, വീടുകൾ അധികരിക്കുന്നു, ബിൽഡിങ്ങുകൾ അധികരിക്കുന്നു, മരങ്ങൾ വെട്ടി നിരത്തുന്നു, അതേപോലെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അവിടെയൊക്കെ അത് ശരിയോ തെറ്റോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ല. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നമുക്കറിയാം,
മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഖർസൻ ഔ യസ്റഉ സറഅൻ. ഒരു മുസ്ലിം എന്നുള്ളത് അവൻ ചെടി നടണം അല്ലെങ്കിൽ കൃഷി ചെയ്യണം. എന്നിട്ട് ആ കൃഷി ചെയ്താൽ ഫയകുലു മിൻഹു ത്വയ്റുൻ, ഒരു പക്ഷി ആ ചെടിയിൽ നിന്നും ഭക്ഷണം കഴിച്ചാൽ, ഔ ബഹീമ, ഒരു നാൽക്കാലിയോ പക്ഷിയോ ആ ചെടിയിൽ നിന്ന് ആ മരത്തിൽ നിന്ന് തിന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് അവന് സ്വതക്കയായി ലഭിക്കുമെന്നാണ്. ഒരു പഴവർഗത്തിന്റെ മരം നമ്മൾ നട്ടു, അത് ആ പഴവർഗം ആ മരത്തിൽ കായ്ച്ചു. ആ പഴവർഗം നമുക്ക് പലപ്പോഴും പറിക്കാൻ കിട്ടാറില്ല. രാത്രിയിലോ പകലുകളോ പല പക്ഷികളും കുത്തുന്നു. നമ്മൾ എന്ത് ചെയ്യണ്ട? ആ പക്ഷികളെ പ്രാകാൻ പോവണ്ട. അതിനും രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. ആ പഴങ്ങൾ നമുക്ക് ഒരു പക്ഷിയും കഴിക്കാതെ നമുക്ക് കിട്ടുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. പക്ഷെ ആ കുത്തിയ ഭക്ഷിച്ച പക്ഷിയെ, മൃഗത്തെ പ്രാകാനോ ശപിക്കുവാനോ നമ്മൾ പോകേണ്ടതില്ല. കാരണം അങ്ങനെ ആ പക്ഷിയോ ഒരു നാൽക്കാലിയോ ആ പഴവർഗം കഴിച്ചാൽ എന്ത് കിട്ടി? അത് ഒരു സ്വതക്കയാണ്, പ്രതിഫലമാണ്. ചിലർ അതിനുവേണ്ടി മാത്രം, പക്ഷികൾക്ക് വേണ്ടി മാത്രം പഴവർഗ്ഗങ്ങൾ, ചെടികൾ നട്ടിരുന്ന ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ് അതാണ്, നമ്മൾ നടണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചെടി നട്ടാൽ അതിന്റെ പൂക്കൾ, അതിലൊരുപാട് വണ്ടുകൾ തേൻ കുടിക്കാൻ വരും. അതൊക്കെ പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസ് പ്രകാരം ഖിയാമത്ത് നാളിന്റെ വിളി കേട്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം? ചെടി നടണം എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ് അതും. പിന്നെ രണ്ടാമതായി ഈ വരൾച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമികമായ പഠനത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമ്പോ വരൾച്ചയും ചൂടും അധികരിക്കും എന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ശ്രദ്ധയുണ്ടാവണം. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്ന് പറയുമ്പോൾ അതിൽ മൊത്തത്തിൽ ന്യായം ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുമ്പോഴും സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കൊടുക്കുമല്ലോ അല്ലെ? അതൊക്കെ കൊടുക്കുമ്പോഴും നീതി കാണിക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വശമാണ്. ഒരു ഉമ്മ 2 മക്കൾക്ക് കൊടുക്കുമ്പോൾ ഒരു മോൾക്ക് കൊടുക്കാൻ മറ്റേ മോന് കുറച്ചുകൊണ്ട് കട്ടുവെക്കുന്ന ഒരു ശീലം സ്വാഭാവികമായി കുടുംബിനികളിൽ, വീട്ടകങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സമ്പ്രദായമാണ്. പക്ഷെ അതിലും അന്യായമായി, അനീതിയായി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഫിന്നാർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വിഭജിച്ചവന് നരകം എന്നൊക്കെ റസൂലുള്ളാഹി പറഞ്ഞ സന്ദർഭം നാം ഇവിടെ ഓർക്കേണ്ടതാണ്. അപ്പോ ആ രൂപത്തിൽ പിന്നെ മറ്റൊന്ന്, സക്കാത്ത് തടഞ്ഞു വെക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമ്പോൾ അവിടെ ഇതേപോലെ വരൾച്ച ഉണ്ടാകുമെന്നാണ്. അപ്പൊ വരൾച്ച ഇല്ലാതിരിക്കുവാനുള്ള മറ്റൊരു മാർഗം സക്കാത്തിന്റെ വിതരണം കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ പള്ളിയിൽ ഏതെങ്കിലും സ്ത്രീകളോ പുരുഷന്മാരോ ആ രൂപത്തിലുള്ളവരുണ്ടെങ്കിൽ അവർ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭൗതികമായ സാഹചര്യത്തിൽ ജലലഭ്യതയുടെ കുറവ് നമ്മുടെ ആളുകൾ പറയപ്പെടുന്നു, അതിന്റെ അധികാരികൾ പറയപ്പെടുന്നത് നമ്മുടെ ജലലഭ്യതയുടെ കുറവ്, ജലക്ഷാമം ഉണ്ടാകുമ്പോ വൈദ്യുതി ഉൽപാദനത്തിന് വെള്ളം ആവശ്യമായത് കൊണ്ട് തന്നെ വൈദ്യുതി ഉൽപാദനത്തെയും ബാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വൈദ്യുത സംവിധാനങ്ങൾ തകരാറിലാകും എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്രാഫ് എന്നുള്ളത്, അമിതവ്യയം എന്നുള്ളത് നമ്മുടെ കറണ്ട് വിഷയത്തിലും വൈദ്യുത ഉപയോഗ വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മൊത്തത്തിൽ ആ അമിതമായ ഉപയോഗം ഒന്നിനും പാടില്ലല്ലോ. അപ്പൊ വെള്ളം അമിതമായി ഉപയോഗിക്കാൻ പാടില്ല, അതേപോലെ വൈദ്യുത ഉപയോഗം അമിതമായി പാടില്ല, ഭക്ഷണം അമിതമാക്കാൻ പാടില്ല, ഒന്നും അമിതമാക്കാൻ പാടില്ല. വെറുതെ ഒരു ലൈറ്റ് ഇട്ട് വെച്ചിട്ട് അത് ഓഫാക്കാൻ നമ്മുടെ കുട്ടികളും നമ്മുടെ മുതിർന്നവരും ഒക്കെ തയ്യാറാവണം. അതിന് മുന്നോടുക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. നമ്മള് കാല് കഴുകുമ്പോൾ എങ്ങനെ കഴുകുക? പൊതുവെ പൈപ്പ് തുറന്നിട്ട് അങ്ങനെ ഒഴിക്കലാണ്. അത് ശരിയല്ല. നമ്മുടെ കൈകൾ എത്ര പ്രാവശ്യം കഴുകിയത്? 3 പ്രാവശ്യമാണ്. വായ എത്ര പ്രാവശ്യം കൊപ്പിളിച്ചത്? 3 പ്രാവശ്യമാണ്. മുഖം എത്ര പ്രാവശ്യം കഴുകി? ആ രൂപത്തിൽ കാലുകൾ കഴുകുമ്പോഴും വെള്ളം അമിതമായി ഉപയോഗിക്കാതെ ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കണം. ആ രൂപത്തിലുള്ള അമിത പ്രയോഗം നമ്മുടെ ജീവിതത്തിൽ എല്ലാ രംഗത്തും ഉണ്ടാവണം എന്ന് സാന്ദർഭികം ഓർപ്പിക്കണം. 2-3 മരണങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മളെ വാഹന അപകടം ഓർക്കേണ്ടതായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാഹനാപകടത്തിലുമുള്ള അമിതത്വം, അല്ലെ? അമിത വേഗത നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതേപോലെ തന്നെ അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായ ഒരു സംഗതി തന്നെയാണ്. അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, വാഹനങ്ങളുടെ പെരുപ്പം, അതോടൊപ്പം റോഡിന്റെ വികസനത്തിന്റെ കുറവും ഒക്കെ ആവാം. എന്തായാലും
നമ്മൾ വേഗത ശ്രദ്ധിക്കണം, ഡ്രൈവിംഗ് ശ്രദ്ധയുണ്ടാവണം, ഡ്രൈവിംഗ് തുടങ്ങുമ്പോൾ പ്രാർത്ഥന ഉണ്ടാവണം എന്നൊക്കെ ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയോട് കൂടി വാഹനത്തിൽ കയറുക, പ്രാർത്ഥനയോട് കൂടി നമ്മുടെ യാത്ര ആരംഭിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ധൃതി ഒഴിവാക്കാൻ തയ്യാറാവുക, വേഗത ശ്രദ്ധിക്കുക, ഇസ്തിഗ്ഫാർ, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ മറക്കാതിരിക്കുക. ഈ രൂപത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് നീക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു ഇന്നലെ നമ്മുടെ മരിച്ചുപോയ അബ്ദുൽ മജീദ് സഹോദരൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുമാറാവട്ടെ. എല്ലാം കാണുന്ന അർഹമുർ-റഹീമായ നാഥ, നമ്മെ അറിഞ്ഞും അറിയാതെയും നാം ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. അള്ളാഹു ഈ കാലാവസ്ഥ നമുക്ക് അനുകൂലമാക്കി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണേ അല്ലാഹ്. അള്ളാഹുവെ വരൾച്ചയിൽ നിന്നും ദുരിതത്തിൽ നിന്നും ദുരന്തത്തിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അള്ളാഹുവെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ വെള്ളം കോരിക്കൊടുക്കുമ്പോൾ അത് വാങ്ങി കുടിക്കുന്നവർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അള്ളാഹുവെ നരകത്തിൽ ഞങ്ങളെ നീ അകറ്റണേ അല്ലാഹ്. സ്വർഗത്തിലേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. സ്വർഗീയ ആരാമങ്ങൾ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. സ്വർഗീയ അനുഗ്രഹം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ പുഞ്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبع الهدى إلى